പാപ്പുവിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. പാപ്പുവിന് ഒരാള് ഗിഫ്റ്റ് അയച്ചു കൊടുത്തതാണ്. അറ്റ്ലാന്റ്. എന്താണ് പ്രൊണൗൺസ് ചെയ്യാ? UK ന്നോ US പിന്നെ പറയാം. US-ലാണ്. അവരുടെ പേര് അഡ്രസ് ഒന്നും കാണിക്കണ്ട. ബർത്ത്ഡേ ഡിയറസ്റ്റ് പാപ്പു, മേ യു ഗോഡ് ബ്ലെസ് എന്നല്ലേ. എനിക്ക് ആ സന്തോഷം കൊണ്ട് വായിക്കാൻ കിട്ടുന്നില്ല. പാപ്പു, ഇത് ആരാ നിനക്ക് അയച്ചേ? നിന്നെ കാണാത്ത ഒരാൾ അയച്ച ഗിഫ്റ്റ് ആണ്. ആരാ നിന്നെ കാണാത്ത ആള്? അവരയച്ചാണ് നിനക്ക്. എന്താ ഇത്ര സന്തോഷം? ഗിഫ്റ്റ് ആണോ ഇത് പാപ്പുന്? പാപ്പുന് ഹാപ്പി ബർത്ത്ഡേ ആണോ? ഇതിൽ എന്തായിരിക്കും? പാപ്പുന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും? പാപ്പുന് എന്തൊക്കെ സാധനങ്ങളാണ് ഇഷ്ടമുള്ളത്? ലഞ്ച് ബോക്സും ബുക്സ് ഒക്കെയാണ് ഇഷ്ടമുള്ളത്. അപ്പൊ നമുക്ക് ബർത്ത്ഡേന്റെ സമയത്ത് എന്ത് ചെയ്യണം? അൺബോക്സ് ചെയ്ത് നോക്കണം അല്ലേ? നിന്റെ ജോ ആന്റീനെ കാണിച്ചു തരാം. ഇതാണോ നിന്റെ ജോ ആന്റി? ഓക്കെ. അപ്പൊ നീ എന്തായാലും ജോ ആന്റിനോട് താങ്ക് യു പറയണ്ടേ? ഇനി അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതിപ്പോ ബർത്ത്ഡേന്റെ കുറച്ച് ദിവസം മുന്നേ ആട്ടോ വന്നിട്ടുള്ള ഗിഫ്റ്റ്. എത്ര പെട്ടെന്നാ വന്നേ. അതെ. അത് എവിടുന്നാ വന്നേ? ഇത് എവിടുന്ന വന്നേന്നറിയോ? ഈ കൺട്രിന്ന് പോലുമല്ല. പുറത്ത് സ്ഥലത്തുനിന്ന് നമ്മളെ ഇൻസ്റ്റയില് ഒരാളാണ് നിനക്ക് തന്നെ. ജോആന്റിയാണ് തന്നത് അല്ലേ? താങ്ക് യു സോ മച്ച് അല്ലേ? ഓ ഹാപ്പി ആയി പാപ്പു അല്ലേ? ഇവിടെ ആമി ഉണ്ട് കേട്ടോ. ആമി അതേപോലെ ഇത് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ബർത്ത്ഡേക്ക് ഇന്ന് മെയ് 12 ഇന്ന് ശരിക്കും ബബ്ലുവിന്റെ ബർത്ത്ഡേ ആണ്. അന്നാണ് പാപ്പു. അതെ, ആ ദിവസമാണ് നമുക്ക് പാപ്പുന്റെ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ദിവസം നമുക്ക് ഓപ്പൺ ചെയ്യണം. അതുവരെ ഞങ്ങളിത് സൂക്ഷിച്ചു. പക്ഷെ ഭയങ്കര രസമായി. ഇൻസ്റ്റയിൽ ഒരാൾ കണ്ടിട്ട് പാപ്പനോട് അത്രയും ഇഷ്ടം കൊണ്ട് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മള് ജോയിന്റ് നമുക്ക് വീണ്ടും അയച്ചതാണ് കേട്ടോ. ഇത് എന്ത് സംഭവം നമുക്കറിയില്ല. പുതിയ കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാം ബർത്ത്ഡേന്റെ സമയത്താണ് അല്ലേ പാപ്പു? എനിക്കൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് അപ്പം നോക്കാം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മുടെ പാപ്പുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിന്റെ 4th ബർത്ത്ഡേ ആണ്. അതിന്റെ ഭാഗമായിട്ട് ആള് നല്ല ഉറക്കാണ്. അപ്പൊ ഞങ്ങള് ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ പരിപാടിയൊന്നുമില്ല. ആമിക്കുട്ടീൻ്റെ വകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാപ്പുക്ക് ഭയങ്കര ഇഷ്ടമാണ് പേർപ്പിള് അല്ലെങ്കിൽ ബർത്ത്ഡേ ബലൂൺസ് ഒക്കെ കാണുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ബലൂണും ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അവിടെ. നമ്മൾ ബർത്ത്ഡേന്റെ പരിപാടിയിലാണ് കേട്ടോ. പാപ്പുവിന്റെ ബലൂണൊക്കെ ശരിയാക്കാണ്. പിന്നെ ഇവർ രണ്ടാളും ഭയങ്കര തിരക്കിട്ട ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പാപ്പു നല്ല ഉറക്കാണ്.
അപ്പം നമ്മൾ പാപ്പുവിൻ്റെ ഒരു വലിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് നമ്മള് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് കാണിക്കും. പക്ഷേ ഈ ഒരു ഗിഫ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളാണ്, പക്ഷെ ഇപ്പം നമ്മളായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ള ഒരാളാണ് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനൊരു ബർത്ത്ഡേ പാർട്ടി അല്ലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, നമ്മളൊരു ട്രാവലും പരിപാടിയൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മളെ വേറൊരാള്, നമ്മുടെ ഒരു ഫോളോവർ, പാപ്പുവിന്റെ ഒറ്റ ഫ്രണ്ട്, പാപ്പുവിന്റെ ആമീന്റെ രണ്ടുപേരുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അവര് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് അത്. 1-2 ഗിഫ്റ്റ് അല്ലായിരുന്നു, കുറെ ഗിഫ്റ്റ് ഉണ്ട്. അവര് US വർക്ക് ചെയ്യുന്നതാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പൊ അവരിപ്പോ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ റജി ആയിട്ടാണെങ്കിലും പാപ്പു ആമി ആയിട്ടാണെങ്കിലും ഡെയിലി ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് കോയിൻസിഡന്റ്ലി ചോദിച്ചാണ് പാപ്പന്റെ ബർത്ത്ഡേ ഈ മാസം നാളെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ സമയത്താണ് അവര് നമുക്ക് സർപ്രൈസ് ആയിട്ട് കുറെ ഗിഫ്റ്റുകൾ വന്നു. ഒരു ഗിഫ്റ്റ് അല്ലായിരുന്നു, പിന്നെയും ഗിഫ്റ്റ്. അതെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴും വലിയൊരു ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ജസ്റ്റ് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ള എന്തെങ്കിലും, പക്ഷെ അവര് വലിയ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു ഭയങ്കരമായിട്ട്. അതെ, അവരിവിടെ അല്ല, ഒരു ഫാമിലി ആയിട്ട് US-ലാണ്. അതെ, അവരുടെ പേര് ജോന്നാണ്, ജ്യോതി. അപ്പം ജോന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് ജോന്നാണ് ഞങ്ങളെല്ലാവരും പറയാറുള്ളത്. പാപ്പു ജോ ആൻറ്റി എന്ന് പറയും, ആമീൻ ജോ ആൻറ്റി എന്ന് പറയും. ആമീൻ്റെ ആർട്ടും അതേപോലെ പാപ്പുവിൻ്റെ വീഡിയോസ്, ഇൻസ്റ്റയിലുള്ള വീഡിയോസൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു പേജ് തുടങ്ങി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂട്യൂബൊക്കെ ചെയ്ത് തുടങ്ങിയപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സപ്പോർട്ടും ഭയങ്കര ഒരു സ്നേഹവും തന്നെയാണ് കേട്ടോ അത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഫാമിലി ആയിട്ട് അവരുടെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞു ബാബു, അതേപോലെ മോന് ചിന്നു. എല്ലാരോടും വലിയൊരു താങ്ക്സ് പറയണം. കാരണം അവരവിടെ അത്രയും തിരക്കുള്ള സമയത്തും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം കണ്ടെത്തി ഗിഫ്റ്റ് ഒക്കെ നമുക്ക് പാപ്പുനേക്കാളും നമ്മൾ സർപ്രൈസ് ആയതുപോലെയാണ്. ശരിക്കും ഞങ്ങള് പാപ്പുനെ ഇത് പൊളിക്കുന്ന സമയത്ത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചേ, പക്ഷെ എന്താ വെച്ചാൽ അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു ടൈം ആൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഗിഫ്റ്റ് കേട്ടോ. പാപ്പുവിന്റെ അത്രയും ഹൈറ്റ് വരും. അതെ, ഇത് ശരിക്കും പാപ്പുനെ നിർത്തിയിട്ട് ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് അൺകവർ ചെയ്യുന്ന പോലെ ചെയ്യാം. പാപ്പ വരുന്ന സമയത്താണെങ്കിലും കവർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്യാം. കാരണം ഇത് അസംബ്ലി ചെയ്യാനും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഒരു എക്സൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള്. ഇതെന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് വന്ന മെസ്സേജില് അങ്ങനെ പറഞ്ഞു അവര്. അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റും ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കേട്ടോ. ഇത് ഞങ്ങളെ പ്ലാനിലുള്ള പരിപാടി ആയിരുന്നില്ല. ഞങ്ങളിങ്ങനെ ആയിരുന്നില്ല വിചാരിച്ചപ്പം നിർത്തിയതായിരുന്നു. ശരിക്കും ഈ ബലൂണും പരിപാടികളാണ്. സ്കൂട്ടറോ? അതെങ്ങനെയാ? ഞങ്ങളത് ബോക്സ് ആണെന്നാ വിചാരിച്ചേക്കുന്നത്. എന്തോ ഒരു ബോക്സ് ആണ്. അതുകൊണ്ടായിരിക്കും ഇതിന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആരും അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നമുക്ക് ചെയ്യാം. ലൈറ്റ് ആയിരിക്കും, ലൈറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. വേറെ ഗിഫ്റ്റ് എന്താണ്? ലേണിംഗ് ഫോണാണ്. ഇത് രണ്ടാമത്തെ ഗിഫ്റ്റ് ആണ്. അതാണ് എനിക്ക് 4 ഗിഫ്റ്റ് ഉണ്ട്. 4 ഇയേഴ്സ് ആയതുകൊണ്ട് പാപ്പ 4 ഇയേഴ്സ് ആയതുകൊണ്ട് 4 ഗിഫ്റ്റ്. പാപ്പുവിന്റെ എന്താ പരിപാടി? ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ ഇത്? ഹാപ്പി ബർത്ത്ഡേ പാപ്പു, ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ ബാബു? ആണോ? നോക്ക്. ഇഷ്ടപ്പെട്ടോ?
ലൈറ്റൊക്കെ കത്തുണ്ട് പാപ്പു. ആ വെരി ഗുഡ്. അല്ലെങ്കിൽ ലൈറ്റിന് വന്ന് കാലം മാറ്റേ. ആ പോട്ടെ 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 വാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ജോയിന്റ് തന്നെയാണോ? നിനക്ക് ഇഷ്ടായോ? ആണോ? ഞാൻ പറഞ്ഞില്ലേ രാത്രി മാലൂട്ടിന്റെ കയ്യിലുണ്ടെന്ന്. ആ പാപ്പു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പാപ്പു ഭയങ്കര സർപ്രൈസ് ആയോ? ഞാൻ എല്ലാ വീഡിയോയിലും കണ്ട് ഈ ബൈക്കൊക്കെ അപ്പൊ വാങ്ങിട്ടു. അബ്ബല്ല ജോന്റെ വാങ്ങിച്ചേ. ഞങ്ങൾ സർപ്രൈസ് ഇതൊക്കെ ജോന്റെ പറഞ്ഞിട്ടാ നമ്മള് ചെയ്തത്. അത് ലാസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം കേട്ടോ. പിടിച്ചാ മതി, അപ്പ ചെയ്തു തരും. റിമോട്ട് ഉണ്ട്. ഓ നീ എണീറ്റില്ലേ? മിസ്സായി. എന്താണ് ഇതാണ് ജോന്റെ സെക്കൻഡ് ഗിഫ്റ്റ് കേട്ടോ. ജോന്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത് 4 ഇയേഴ്സിന് 4 ഗിഫ്റ്റ് എന്നാണ്. അപ്പം 10 ഗിഫ്റ്റ് ആയിരുന്നില്ലേ? പാപ്പുന് എന്ത് തോന്നി? ഇഷ്ടപ്പെട്ടോ? കീ ഒക്കെ ഉണ്ടല്ലോ നിനക്ക്. ഗിഫ്റ്റ് തുറന്നിട്ടുണ്ട്. ഇത് ഐഫോൺ ആണോ പാപ്പു? കാണിച്ചത് ഐഫോൺ കാണിച്ചത്. ഓ അതിന്റെ ബാക്ക് വശം കാണിച്ചേ. ഷാർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് സെക്കൻഡ് ഗിഫ്റ്റ്. ഇനി നമുക്ക് തേർഡ് ഗിഫ്റ്റ് നോക്കണ്ടേ? എടുത്ത ഗിഫ്റ്റ് പാപ്പു അൺബോക്സ് ചെയ്യാണ്. അതെ ജോയിന്റ് എന്തായിരിക്കും ഗസ് ചെയ്തേ? ഇത് തേർഡ് ഗിഫ്റ്റ് ആണ്. അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. കൊറിയറോ? കൊറിയറാണ് വന്നത്. ജോയിന്റ് എവിടെയുള്ള ആളാന്ന് അറിയോ അപ്പക്ക്? അപ്പക്കെന്നല്ല പാപ്പുവിന്. അപ്പ പറഞ്ഞു കൊടുക്കും പാപ്പുവിന്. ജോയിന്റ് നമ്മളെപ്പോഴും പോണ ഒരു ബാംഗ്ലൂർ ഇല്ലേ, അവിടെയാണ് ജോയിന്റിന്റെ വീട്. പക്ഷെ ജോയിന്റ് അവിടെ അല്ല താമസിക്കുന്നത്, ഒരു അമേരിക്കയിലാ. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇഷ്ടമായതാ നിന്നെ ആമിനെ. എന്നിട്ടാണ് നിന്റെ ഇത്രയും ഗിഫ്റ്റ് അവർക്ക് തന്നത്. ആമിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഗിഫ്റ്റുകൾ. ആമിയാണ് ഗിഫ്റ്റ് നമുക്ക് കുറച്ച് ദിവസമായിട്ടാ വന്നിട്ട്. അപ്പൊ നമ്മള് ഇത് അൺബോക്സ് ചെയ്യണ ബർത്ത്ഡേ ആവണമല്ലോ, അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് എന്റെ തേർഡ് ഗിഫ്റ്റ് ആണ്. നിന്റെ തന്നെയാണത്. ഈ സാധനം ബ്ലൂ കളറാ. അതെ. ഓ നല്ല മസണ്ടല്ലേ. പാപ്പുവിനെ അമ്മേനൊക്കെ നല്ലോണം അറിയുന്നേ കൊണ്ടേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. ഒന്നും നമ്മുടെ പ്ലാനിങ് അല്ല, ഒന്നും നമ്മുടെ പ്ലാനിങ് അല്ല. പക്ഷേ നിസാൻ സിറ്റി ആയിരുന്നു. നിസാൻ സിറ്റി ആയിരുന്നു. വൈബ് എന്താണ് വൈബ്? ഫുള്ള് കാറ്. ബാറ്ററി. അപ്പൊ തേർഡ് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഇതൊരു അടിപൊളി ബ്ലാക്ക് വണ്ടിയാണ്. ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയത്. എന്നിട്ട് ഇവനെ എന്തൊക്കെയാ ഒന്ന് പറയും. കാറ്, ഫോണ്, വെസ്പ, സ്കൂട്ടി. അതന്നെ, അങ്ങനെ 3 എണ്ണം. അപ്പൊ ജോയിന്റെ 3 ഗിഫ്റ്റ് പാപ്പുന്. നിനക്ക് എത്ര ഏജ് ആയി? എത്ര വയസ്സായി പാപ്പുന്? 4. അപ്പൊ 4th ഇതാ 4 കണ്ടില്ല, 4 എഴുതിയത് കണ്ടില്ല. ഓ ഇതാണ് 4. ഇത് ജോയിന്റെ 4th ഗിഫ്റ്റ്. അപ്പൊ പാപ്പുവിന്റെ 4th ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്.
നല്ലൊരു ഉടുപ്പാണ്, നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ് ഇത്. അവര് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാല് അത് കറക്റ്റ് പാപ്പുവിന്റെ അളവ് കൊടുത്തിട്ട് തയ്ച്ചമാരുണ്ട് കേട്ടോ. അത്രയും ഭംഗിയായി ഇതില് അവര് പാപ്പുവിന് ബ്ലൂവും പർപ്പിളും ഇഷ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവരിതാ ഈ ഒരു ഡ്രസ്സിൽ വരെ ഉണ്ടല്ലോ ആ ഒരു മാച്ചിങ് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതേപോലെ തന്നെ അവര് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പം നമുക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് തന്നതിന് നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അവരോട്. കാരണം അവര് ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മളെ പാപ്പുവിന് വേണ്ടിയിട്ട് ചെയ്തു തന്നതാണ് കേട്ടോ. 4 ഇയേഴ്സിലെ അതെ ഒരു വെസ്പ, ഒരു ഫോണ്, ഒരു നല്ല ഡ്രസ്, ഒരു സൂപ്പർ കാർ. അതെ അടിപൊളി. ഇതാണ് ബൈക്ക് വരുന്നത്. ഫോണിതാ, ഫോൺ കാണിച്ച്, ഫോണ്, പിന്നെ ഒരു അടിപൊളി കാറ് കേട്ടോ. സൂപ്പർ കാറാണ്. അപ്പം എക്സ്ട്രാ ഹാപ്പി അല്ലേ പാപ്പൊന്ന്? അതൊക്കെ നീ ആമിയുടെ ഗിഫ്റ്റ് ആണ്. ആമിന്റെ ഗിഫ്റ്റ് നമ്മൾ അൺറാപ്പ് ചെയ്യും. അതെ. ഇനി അടുത്തത് ആമി ദീദിന്റെ ഗിഫ്റ്റുകളാണ് അല്ലേ പാപ്പു? ഓക്കെ, ഒരു ക്യാൻഡീന്റെ ഷേപ്പിൽ ആമി ദീദി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ആമി ദീദി നമുക്കത് മെർമെയ്ഡിനെ പൊളിച്ചു നമ്മുടെ പാപ്പുവിന്റെ മെർമെയ്ഡ്. ഓ, നിന്റെ ഡ്രസ്സിന്റെ അത് തീമാണല്ലോ, എല്ലാ കളറും അല്ലേ? നോക്കട്ടെ, കാണിച്ച്. അടിപൊളിയാ. കൊറേ സ്റ്റിക്കർ ഉണ്ട്. ഈ കൊറേ സ്റ്റിക്കർ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ഒരു ബാഗ്, ആമി ഉണ്ടാക്കിയിട്ടുള്ള ക്രോഷ്യ ബാഗ് ഉണ്ട്. കാണിച്ച് കാണുന്നില്ല. അയ്യോ, ഓ നല്ല പേർപ്പിൾ ആയിട്ടുള്ള, അല്ല പേർപ്പിൾ അല്ല, ഇതൊരു ഗ്രീൻ ബ്രേസ്ലെറ്റ്. ഇതൊരു ഓക്ക് ഇടാൻ പറ്റിയ കമ്മൽ. ഇതേപോലൊരു സെറ്റ് ആമി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിട്ട്. അടുത്തത് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് ആണ് ആമി ദീദിന്റെ. എന്താണ് ഗൈസ്? ഇതെന്താണ്? ആണോ? ഫോട്ടോ ആണ് അല്ലേ? അതിന് ആമി ദീദി വരച്ചതാണ് ഇങ്ങനെ. ഇതൊരു ആമി ഇന്നലെ ഇരുന്ന് വരച്ചു കൊടുത്തേ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് വേറൊരു ഗിഫ്റ്റ്. ഇനി ഇത് വേറൊരു ഗിഫ്റ്റ് ആണ്. അൺബോക്സ് ചെയ്തോ? എന്റെ തന്നെയാണ് ഇത്. അല്ല, ഞാൻ ഗിഫ്റ്റ് പറഞ്ഞതാണ്. ഗിഫ്റ്റ് ഉള്ളത് എന്തായിരിക്കും പറ. നോക്കി നോക്കൂ. വേറെ കാറ്, വേറെ റിമോട്ട് കാറ്, ബ്ലൂ കളർ പാപ്പിന്റെ. ഞാൻ തന്നെ എപ്പോഴാ കാണുന്നത്? അബ്ബ വാങ്ങിയതാണ്. അല്ലല്ല, ഇത് ആമിയുടെ ഗിഫ്റ്റാ. ഇഷ്ടായി. ആമിയുടെ ഗിഫ്റ്റ് ആണിത്. റിമോട്ട് കാർ. അപ്പൊ 2 റിമോട്ട് കാറായി. യെസ്. അപ്പോൾ പാപ്പുവിൻ്റെ സർപ്രൈസുകളൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി സർപ്രൈസുകളും ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.